പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. എൻ്റെ പേര് ഷേർലി തോമസ് സിരിയക്. ഞാൻ എറണാകുളം രൂപതയിൽ നിന്ന് വരുന്നതാണ്. ഞാൻ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റാണ്. എനിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഭയങ്കര ഒരു വിഷമകരമായ സാഹചര്യത്തിൽ എനിക്ക് പോകേണ്ട ഒരു സംഗതി ഉണ്ടാവുകയും അതുപ്രകാരം ഞാൻ ഇവിടെ ജനുവരി 26, 2024 വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് ഉടമ്പടി എടുക്കാൻ കാരണമായ വസ്തുത, എനിക്ക് എൻ്റെ 2 ബാങ്കിൽ നിന്നായിട്ട് 93,099 രൂപയോളം 2 ബാങ്കിൽ നിന്നായിട്ട് സൈബർ ക്രിമിനൽസ് തട്ടിയെടുക്കാൻ ഇടവന്നു. എമൗണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 93,999 രൂപയാണ് നഷ്ടപ്പെട്ടത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ആ എമൗണ്ട് വളരെ കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കിയ പൈസയായിരുന്നു. അത് എൻ്റെ ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടത് എനിക്ക് ഭയങ്കര വേദന ഉണ്ടായ ഒരു നിമിഷമായിരുന്നു. എനിക്ക് പറയാനായിട്ട് ഒത്തിരി വേദന അനുഭവിച്ച ഒരു മൊമെൻ്റായിരുന്നു അത്. അപ്പോൾ ഞാൻ വളരെ വേദനയോടുകൂടി ഞാൻ കരയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലം ചുറ്റി പ്രാർത്ഥിക്കുകയും ചെയ്തു. എങ്കിലും പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. പിന്നെ ബാങ്കിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തു. ഒരു പ്രയോജനം ഉണ്ടായില്ല. അവർ പറഞ്ഞു എൻ്റെ ഭാഗത്തുനിന്നും ഉള്ള അശ്രദ്ധ കൊണ്ടാണ് ക്രിമിനൽസ് തട്ടിയെടുക്കാൻ ഇട വന്നത്. അതുകൊണ്ട് ഞാൻ പോലീസിനോ ബാങ്കിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ സഹിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ സ്വയം മാതാവിനോടും ഒക്കെ പ്രാർത്ഥിച്ചെങ്കിലും ഞാൻ ഉടമ്പടിയിലൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. പിന്നെ ഞാൻ ഓംബഡ്സ്മാനിൽ ഫയൽ ചെയ്തു കേസ്. ഓംബഡ്സ്മാന് പറഞ്ഞു, ഓംബഡ്സ്മാനും എനിക്കെതിരെ എന്നെ കേൾക്കാതെ തന്നെ ഞാൻ കൊടുത്ത റെസ്പോൺസ് മാത്രം വെച്ചുകൊണ്ട് എന്നെ നേരിട്ട് കേൾക്കാതെയാണ് കേസിൻ്റെ ഓർഡർ പാസ്സാക്കിയത്. ഓംബഡ്സ്മാന് കേസ് തള്ളി. എനിക്ക് പ്രതികൂലമായിട്ടാണ് കേസ് തള്ളിയത്. അപ്പോൾ ഞാൻ വളരെ വേദനയോട് പോയിക്കൊണ്ടിരിക്കുന്ന ആ മൊമെൻ്റാണ്. അപ്പോൾ ഞാൻ കൃപാസനത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് ഞാനൊരു ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു കേസ് നടത്താനായിട്ട്. പക്ഷേ കേസ് നടത്താതെ വക്കീൽ അത് കൈ വെച്ചുകൊണ്ടിരിക്കുക, കേസ് നടത്തിയില്ല. പിന്നെ ഞാൻ കൃപാസനത്തെ പറ്റി എനിക്ക് പണ്ട് മുതലേ അറിയാമെങ്കിലും അപ്പോൾ എനിക്ക് അത്ര വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിക്കാം. മാതാവിനോട് അത്യാവശ്യം ഭക്തിയൊക്കെ ഉണ്ട്. എല്ലാ ദിവസവും മിക്കവാറും പറ്റുന്നിടത്തോളം പള്ളിയിലൊക്കെ പോകുമായിരുന്നു. ഞാൻ ഈശോയോട് ചേർന്ന് എന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാലും ഈ കൃപാസന മാതാവിനോട് എനിക്ക് അത്ര വലിയ ഒരു ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു വെറുതെയുള്ളൊരു മാതാവാണ്, അങ്ങനെയൊക്കെയുള്ളൊരു ബന്ധമേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇത്രയും വേദനയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ജനുവരി 26, 2024 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തതോടെ ഭയങ്കര മാറ്റമാണ്. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര സ്പീഡായി. വക്കീൽ കേസ് ഫയൽ ചെയ്യാതിരുന്ന കേസ് ഹൈക്കോടതിയിൽ വക്കീൽ കേസ് ഫയൽ ചെയ്തു. കേസ് എനിക്ക് അനുകൂലമായിട്ട് വിധിച്ചു. ഹൈക്കോടതി പറഞ്ഞു ഓംബഡ്സ്മാൻ എന്നെ കേൾക്കാതെയാണ് വിധിച്ചത്, അതുകൊണ്ട് ഓംബഡ്സ്മാൻ പിന്നെയും അത് കേട്ട് ശരിയായ രീതിയിലുള്ളൊരു വിധി പ്രസ്താവിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ മാറ്റം വന്നത്. അത്രയും ഏകദേശം ഒരു 10 മാസത്തോളം ആയിട്ട് ഒരു രീതിയിലും എനിക്ക് അനുകൂലമായിട്ട് യാതൊന്നും പോകാത്ത രീതിയിൽ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം വക്കീൽ കേസ് ഫയൽ ചെയ്യുകയും ഓംബഡ്സ്മാൻ എന്നെ നേരിട്ട് വിളിപ്പിച്ചു. എനിക്ക് ഇല്ലാത്ത ശക്തിയെല്ലാം എവിടുന്നോ ഉണ്ടായി. എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോയപ്പോൾ കൊന്തയിലെ മാതാവിൻ്റെ കാശുരൂപമുണ്ട്. കാശുരൂപം മുറുകെ പിടിച്ചിട്ടും ഉപ്പുണ്ട്. ഉപ്പ് ഞാൻ അവിടെ കയറി അവിടെയൊക്കെ പൊടിച്ച് ഇട്ടിട്ടൊക്കെയാണ് ഞാൻ ഓംബഡ്സ്മാൻ്റെ റൂമിലേക്ക് കയറിയത്. അപ്പോൾ ഓംബഡ്സ്മാൻ്റെ റൂമിലേക്ക് കയറിയപ്പോൾ ഓംബഡ്സ്മാൻ്റെ കൂടെ ഒരു 5-6 പേരോളം ഉണ്ട് ഓംബഡ്സ്മാൻ്റെ ഡിസിഷന്. അപ്പം എനിക്ക് അത്ര ശക്തിയൊന്നും ഇല്ലെങ്കിലും പരിശുദ്ധ അമ്മ എനിക്ക് ഭയങ്കരമായിട്ടൊരു ബലം അങ്ങോട്ട് തന്നു. അപ്പം ഞാൻ ഒരിക്കലും പറയാത്ത കാര്യങ്ങളും ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളും പോയിൻറ്റ്സുകൾ ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു തരിക എന്നോട്. എന്തൊക്കെ ഞാൻ പറയണം, എങ്ങനെയാണ് എൻ്റെ പൈസ നഷ്ടപ്പെട്ടത്, ഈ കേസ് നഷ്ടപ്പെടാൻ കാരണമായിട്ടുള്ള കാര്യങ്ങൾ ആരാണ്. അപ്പം ഞാൻ മാതാവ് എന്നോട് പറഞ്ഞു ബാങ്കാണ് റെസ്പോൺസിബിൾ എന്ന് പറയാൻ പറഞ്ഞു എന്നോട്.
ആർഗ്യൂ ചെയ്യണം. കാരണം എന്നോട് പറഞ്ഞു, വ്യക്തമായിട്ട് ആർഗ്യൂ ചെയ്തോ, ബാങ്ക് റെസ്പോൺസിബിളാണ്, ഞങ്ങൾ പാവപ്പെട്ട ഡിപ്പോസിറ്റ് ചെയ്യുന്ന പണം നഷ്ടപ്പെടാനായിട്ട് ഇടയാകുന്നത് ബാങ്കിന് റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു എന്നോട്. അപ്പം ഞാൻ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്ക്, അതായത് എൻ്റെ ബാങ്കിൽ നിന്ന് ഒരു പൈസ പോകുമ്പോൾ എനിക്ക് മെസ്സേജ് വരണം. അതിനൊക്കെ മെസ്സേജ് അതിനുള്ള പൈസയൊക്കെ അവർ വാങ്ങിച്ചിട്ടാണ് നമ്മൾ എമൗണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതും ബാങ്കിൽ, സേവിങ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതും ഒക്കെ. അതൊക്കെ പൈസ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ബാങ്കിൽ നിന്ന് നമ്മുടെ പണം പോയിട്ടുണ്ടെങ്കിൽ അത് മെസ്സേജ് വഴി നമ്മളെ അറിയിക്കുക എന്നുള്ളത്. അപ്പം ആ പോയിൻ്റൊക്കെ ഈ മാതാവ് ഇങ്ങോട്ട് പറഞ്ഞു തരുക. ആ സമയത്ത് ഞാൻ അതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത പോയിന്റുകളാണ് അതൊക്കെ ഇങ്ങോട്ട് വന്നത്. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഈ ക്രിമിനൽസ് ഓപ്പറേറ്റ് ചെയ്ത ഒരു ബാങ്ക്, ആ ബാങ്കിൽ ഈ ക്രിമിനൽസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. അപ്പോൾ ആ ബാങ്ക് റെസ്പോൺസിബിളാണ്, ഈക്വലി റെസ്പോൺസിബിളാണ്. അപ്പം എന്നെ കേട്ടതിന് ശേഷം ഓംബഡ്സ്മാൻ പറഞ്ഞു, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. ഈ ജെനുവിനായിട്ടുള്ള ഡിപ്പോസിറ്റേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് ബാങ്കാണ്, ബാങ്ക് റെസ്പോൺസിബിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഓംബഡ്സ്മാൻ നല്ലൊരു വിധി പാസ്സാക്കി. എൻ്റെ നഷ്ടപ്പെട്ട 93,099 കൂടുതൽ എനിക്ക് നഷ്ടപ്പെട്ട കേസിൻ്റെ ഫയലിംഗ് ചാർജും അതും മനോവേദനയുടെ എല്ലാം കൂട്ടിയിട്ട് 1,15,000 രൂപ ഓംബഡ്സ്മാൻ എൻ്റെ ഓർഡർ വഴി എനിക്ക് തിരിച്ചു കിട്ടി, തരാൻ ഓർഡർ ചെയ്തു. ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആ ബാങ്കുകൾ 3 പേരും കൂടി എനിക്ക് എമൗണ്ട് 1,15,000 രൂപ ഡിവൈഡ് ചെയ്ത് ഓംബഡ്സ്മാന് കൊടുത്തു. അതെനിക്ക് കിട്ടുവാനായിട്ട് വന്നു. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ് ഇത് നടന്നത്. കാരണം ഏകദേശം 1 വർഷത്തോളം ഒരു മൂവ്മെൻറ്റും ഇല്ല. അത് നടന്ന ഒരു കേസ് മാതാവിൻ്റെ അടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ 1 മാസത്തിൽ തന്നെ എല്ലാം അനുകൂലമായിട്ട് നടക്കുന്ന ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു റെസ്പോൺസാണ് എനിക്ക് ഉണ്ടായത്. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കാം. പിന്നെ കൂടാതെ എനിക്ക് ഞങ്ങൾക്കൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലം 15 വർഷമായിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ആ സ്ഥലം വിൽക്കാനായിട്ട് അത് സ്വന്തം ഒരു ബ്രദറായിരുന്നു അതിൻ്റെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് വിൽക്കാനോ സമ്മതിക്കല്ല, പുള്ളി എടുക്കുകയില്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ വേദനയോടെ, കാരണം നമ്മുടെ കുടുംബത്തിൽ ഒരു ബുദ്ധിമുട്ട് വരല്ലേ, നമ്മളൊരു വഴക്കും ഉണ്ടാകരുതേ, ആ സ്നേഹബന്ധം നിലനിൽക്കണമെന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ ഭയങ്കര കരഞ്ഞ് സങ്കടപ്പെട്ട് മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ആ ബ്രദർ എടുക്കാതെ വേറൊരു ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ഭയങ്കര വിഷമകരമായ സിറ്റുവേഷനിലാണ്, ആ ബ്രദറിട്ട് എടുക്കുന്നുമില്ല, ഞങ്ങൾക്ക് ആ പൈസയുടെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ ബ്രദർ ആ പൈസ എടുക്കുകയും ആ പൈസ കൊണ്ട് ഞങ്ങൾക്ക് വേറൊരു സ്ഥലം ഞാൻ വാങ്ങിക്കാൻ ഇടവരികയും ചെയ്തു. അത് മാതാവിൻ്റെ കൃപ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ഇനിയും മാതാവിൻ്റെ കൃപയാലും ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പയ്യെ എൻ്റെ കുടുംബത്തിലുള്ള അംഗങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ എനിക്ക് മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ പേഴ്സണാലിറ്റിയിൽ ഒത്തിരി മാറ്റം വന്നു. മാതാവിനോടുള്ള ഭയങ്കര സ്നേഹവും ആഴമായ വിശ്വാസവും വർദ്ധിച്ചു. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനായിട്ടുള്ള കൃപ നൽകി. വിശുദ്ധ കുർബാനയിൽ എനിക്ക് പങ്കെടുത്തില്ലേ എനിക്ക് ഭയങ്കര നഷ്ടമാണ്, ഭയങ്കര ഒരു ഗിൽറ്റി കോൺഷ്യസാണ് എനിക്ക് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ. പരിശുദ്ധ കുർബാനയിൽ ഞാൻ ചേർന്ന് കഴിയുമ്പോൾ എനിക്ക് ഒരു പ്രത്യേക സമാധാനവും സന്തോഷവും അങ്ങ് അനുഭവപ്പെടും. എനിക്ക് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയാണ് എൻ്റെ ഭയങ്കര ഒരു വിശുദ്ധ കുർബാന എല്ലാ ദിവസവും പങ്കെടുക്കുവാനുള്ള കൃപ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടിക്ക് ശേഷം എനിക്ക് ലഭിച്ചു. പിന്നെ മാതാവിനോടുള്ള ഭക്തി എൻ്റെ കൂടുതൽ വർദ്ധിച്ചു. പിന്നെ കൃപാസനത്തിലെ ഉപ്പും മറ്റേ ഈ കാശുരൂപമൊക്കെ എനിക്ക് എപ്പോഴും ഞാൻ എവിടെ പോയാലും അത് എനിക്ക് പ്രയോജനപ്പെടുന്നുണ്ട്. എപ്പോഴും ഞാൻ എന്തിനു പോയാലും ഞാൻ അതുകൊണ്ടേ പോകത്തുള്ളൂ. എപ്പോഴും എൻ്റെ കൊന്തയോട് ചേർത്ത് ഞാനത് കെട്ടിയിട്ടിരിക്കുക എവിടെ പോയാലും. ഞാൻ കോടതിയിൽ കേസ് വാദിക്കും, അതിന് ശേഷം വന്നിരിക്കുന്ന ഉടമ്പടി എടുത്തതിന് ശേഷം കേസ് വാദിക്കുമ്പോൾ ഹൈക്കോടതിയിൽ ഏത് കേസും വാദിക്കുമ്പോൾ അമ്മയോട് പറയാം, അമ്മ ഞാനല്ല ആർഗ്യൂ ചെയ്യുന്നത്, അമ്മ ആർഗ്യൂ ചെയ്തോണം എന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോകും. അപ്പം ഞാൻ പലപ്പോഴും ഡിവിഷൻ ബെഞ്ചിലൊക്കെ ആർഗ്യൂ ചെയ്യുമ്പം എനിക്കറിയത്തില്ല എങ്ങനെയാണ് ഈ പോയിൻറ്റ്സ് ഇങ്ങോട്ട് പറഞ്ഞ് വരുന്നത്. ജഡ്ജസൊക്കെ പരസ്പരം ഇങ്ങോട്ട് നോക്കി നിൽക്കും, അവർക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ. അപ്പം എൻ്റെ കഴിവല്ല, ഒരിക്കലും അല്ല എൻ്റെ കഴിവ്, പരിശുദ്ധ അമ്മയാണ് ഞാൻ പറയാം, അമ്മ ബാധിക്കണമെന്ന് പറയും. എന്നിട്ടാണ് ഞാനിപ്പം കോടതിയിൽ പോകാറുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട പിന്നെ വേറെ എനിക്ക് ഞാൻ ചെയ്യുന്ന ദീപികാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവിടെ
ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഓൾഡ് ഏജ് ഹോമിൽ പോയി അവർ പറ്റുന്ന 30 ദിവസങ്ങളിലേക്ക് അവർക്ക് ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്ത് അവരോടൊപ്പം ഭക്ഷണം കഴിക്കും. പിന്നെ അവരോടൊക്കെ സ്നേഹത്തോടെ സംസാരിക്കും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈക്കോടതി ലീഗൽ സർവീസിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സീനിയർ അഡ്വക്കേറ്റാണ് ഞാൻ. ഒത്തിരി പാവപ്പെട്ട വ്യക്തികൾ, പല കാസ്റ്റപ്പെട്ട ആൾക്കാർ വരും വളരെ വേദനയോടെ. ഞാൻ അവരോട് ഞാൻ പറയും, എൻ്റെ കഴിവല്ല, പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും കഴിവുകൊണ്ടാണ് ഞാൻ ബാധിക്കുന്നത്. അപ്പം നിങ്ങൾ വേദനയോടെ വരുന്നതോട് ഞാൻ പറയും, കൃപാസന പേപ്പർ എൻ്റെ മേശപ്പുറത്ത് വെക്കും. അവർക്കൊക്കെ വരുന്നവർക്കൊക്കെ ഞാൻ കണ്ണുനീരോടെ ഒത്തിരി ആൾക്കാർ വരുന്നത്, അവർക്ക് കൃപാസന പേപ്പർ കൊടുക്കും. അവർ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ് ആൻഡ് ക്രീഡ് അവരിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അത്ഭുതകരമായിട്ട് ഒത്തിരി പേർക്ക് പല പല വിജയവും നീതിയും ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പേപ്പർ ഞാൻ കൊണ്ടുവന്ന പേപ്പറുകളൊക്കെ ഞാൻ പേഴ്സണലി എല്ലാവരോടും പറഞ്ഞിട്ടാണ് പേപ്പർ ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ എന്നെ പലരും കളിയാക്കിയാലും എനിക്ക് ഞാൻ പറഞ്ഞു, വാട്ട് ആം ഈസ് ബിക്കോസ് ഓഫ് മൈ ഗോഡ് എന്ന് പറയും. എനിക്ക് എൻ്റെ തമ്പുരാനെ പരിശുദ്ധ അമ്മയെയും പ്രഘോഷിക്കുന്നതിൽ എനിക്കൊരു ലജ്ജയില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഐ ആം വാട്ട് എവർ ആം ഈസ് ബിക്കോസ് ഓഫ് മൈ ഗോഡ് എന്ന് പറയും. ദൈവത്തിന് നന്ദി. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. ഇന്ന് ഷേർലി സിറിയക് തോമസ് താൻ എന്ത് പ്രൊഫഷനിലാണെന്നൊക്കെ ഇവിടെ പങ്കുവെച്ച് കഴിഞ്ഞു. എങ്ങനെയാണ് തനിക്ക് നഷ്ടപ്പെട്ട ഒരു എമൗണ്ട്, സൈബർ ക്രിമിനൽസ് തട്ടിയെടുത്ത തൻ്റെ എമൗണ്ട്, തനിക്ക് ചിലവായ അതിൻ്റെ എല്ലാം, അതുപോലെ മാനസികമായിട്ടുള്ള പീഡനം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു എമൗണ്ടായിട്ട് പിന്നീട് തനിക്ക് എത്ര ലഭിച്ചു, ഇതൊക്കെ ഈ മകൾ ഇവിടെ പങ്കുവെച്ചു. അങ്ങനെ പോലീസിൽ പരാതിപ്പെട്ടു, ബാങ്കിൽ പരാതിപ്പെട്ടു, ബാങ്കിങ് ഓംബുഡ്സ്മാനിൽ പരാതിപ്പെട്ടു. എല്ലാവരും തള്ളിക്കളഞ്ഞ കേസ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ സതുപദേശത്തിൻ്റെ മാതാവ് അത് ഏറ്റെടുക്കുകയാണ്. ഏകദേശം ഒരു വർഷം എന്നാണ് ഈ മകൾ പങ്കുവച്ചത്. ഒരു വർഷമായിട്ട് നടക്കാതിരുന്ന കേസ് 1 മാസം കൊണ്ട് അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ അഡ്വക്കേറ്റായി, അമ്മ വക്കീലായി. അങ്ങനെ അമ്മ അവിടെ ചെന്ന് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്നു. ഇവിടെ എത്രയോ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് യൂട്യൂബിലുണ്ട്. അതിൻ്റെ കൂടി ഒന്നുകൂടി കൂട്ടിച്ചേർക്കപ്പെടുന്നു അമ്മയുടെ മാധ്യസ്ഥം, അമ്മ നമുക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നത്. ഇസ്രായേൽക്കാർ ഈജിപ്തുകാരുടെ കരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ മോശ ഒരു കീർത്തനം ആലപിക്കുന്നുണ്ട്. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. പുറപ്പാട് 15-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളാണിത്. ഇന്ന് താൻ കൃപാസന പത്രം കൊടുക്കുമ്പോൾ തൻ്റെ അനുഭവം പറഞ്ഞു കൊടുക്കുന്നു. താൻ മറ്റൊരു വ്യക്തിയായി മാറി. ഇവിടെ വരുന്നതിന് തനിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണെന്ന് ഈ മകൾ ഇവിടെ ആദ്യമേ തന്നെ പങ്കുവെച്ചു. എന്നാൽ വന്നതിന് ശേഷം തന്നെ കൈപിടിച്ച് നടത്തിയ ദൈവിക സ്വരം ശ്രവിക്കുകയാണ്. യെശയ്യാ 30:21 നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഞാനല്ല സംസാരിച്ചത്, ഹൈക്കോർട്ടിലെ സീനിയർ അഡ്വക്കേറ്റാണ്. അപ്പോൾ താനല്ല സംസാരിച്ചതെന്നും തന്നിലൂടെ തനിക്കൊരു ശക്തിയായിട്ട് കൃപാസന അമ്മയുടെ കാശരൂപം, ജപമാല, ഇത് താൻ പിടിച്ചുകൊണ്ട് താൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും മറ്റുള്ളവരൊക്കെ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള വാക്ചാതുര്യം, ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് തന്നെയാണ്. മറ്റാർക്കും ലഭിക്കാത്തത്ര വാക്ചാതുര്യം സാമർഥ്യവും കൊണ്ട് നമ്മെ അലങ്കരിക്കുന്ന ദൈവത്തിൻ്റെ പരമമായ ശക്തി, ആ ശക്തി ഈ മകൾക്ക് അനുഭവപ്പെട്ടുവെന്നും അങ്ങനെ തൻ്റെ കേസ് വീണ്ടും ഓംബുഡ്സ്മാൻ തന്നെ ഏറ്റെടുത്തു. തനിക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു വിധി വന്നു. അങ്ങനെ ഇന്ന് തൻ്റെ കേസിൽ താൻ
ഈശോയുടെ നാമത്തിൽ വിജയിച്ച് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക. അതുപോലെ തന്നെ വീണ്ടും 15 വർഷമായിട്ട് തങ്ങൾക്ക് സ്വന്തമായുണ്ടായിരുന്ന സ്ഥലം, എന്നാൽ അത് എല്ലാം തങ്ങൾ തന്നെ മുതൽ മുടക്കിയതാണെങ്കിലും തങ്ങൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ അതിനും എങ്ങനെയാണ് വഴിതെളിഞ്ഞത്. 15 വർഷമായിട്ടില്ലാതിരുന്നത് ഈ മകൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുകയാണ്. ഉടമ്പടിയുടെ നിയോഗം, സമയച്ചുരുക്കം, ഇത് ഉടമ്പടിയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഭാരലഘുത്വം. നിങ്ങൾ എന്നെ കളിയാക്കുന്നെങ്കിൽ കളിയാക്കിക്കൊള്ളൂ, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിട്ടാണെന്ന് എല്ലാവരോടും വിളിച്ചു പറയുകയാണ് തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ ഈ മകൾ ചെയ്യുക. അങ്ങനെ തൻ്റെ ആത്മീയ ജീവിതം പുഷ്ടിപ്പെട്ടു. അതാണ് നിത്യജീവിതത്തിന് നമ്മെ അർഹരാക്കുക. കേസൊക്കെ നമുക്ക് ഇവിടം കൊണ്ട് തീരും, എന്നാൽ കർത്താവിൻ്റെ മുമ്പിലുള്ള കേസ് അത് നാമും കർത്താവും തമ്മിലുള്ളതാണ്. നമ്മുടെ ആത്മാവിൻ്റെ പരിരക്ഷണം അതാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുക ഉടമ്പടിയിലൂടെ. അതിന് നാം പ്രാധാന്യം കൊടുക്കുമ്പോൾ അത് നിത്യജീവിതത്തിന് നമ്മെ യോഗ്യരാക്കുന്നു. ഇന്ന് അതെല്ലാം ബോധ്യങ്ങളിലൂടെ മനസ്സിലാക്കുന്ന മക്കളുടെ കൂടെ ഈ മകളും കൂട്ടിച്ചേർക്കപ്പെടുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.